ഇത് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയാണ്. 40-ലധികം രാജ്യങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാം? വിസ റെസ്ട്രിക്ഷൻ ആണ്. അമേരിക്കയിലോട്ട് വരണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് 3 ലിസ്റ്റാണ് പ്രാഥമികമായിട്ട് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. റെഡ് ലിസ്റ്റ്, യെല്ലോ ലിസ്റ്റ്, ഓറഞ്ച് ലിസ്റ്റ്. അപ്പൊ ഇതിനകത്ത് റെഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരേ വേണ്ട എന്നുള്ളതാണ്. ഇതിനകത്ത് കുറെ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് ലിസ്റ്റിൽ ചില രാജ്യങ്ങൾക്കൊക്കെ ചില കൺസെഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഓറഞ്ച് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് നല്ല കഴിവുള്ള സ്കിൽഡ് അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർക്ക് ആ രീതിയിലുള്ള പ്രൊഫഷണൽസിന് അവിടെ വിസ കൊടുക്കും. അതാണ് ഈ ഓറഞ്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതാണ് യെല്ലോ ലിസ്റ്റ്. ഈ യെല്ലോ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് അപ്ലൈ. ചില കണ്ടീഷൻസ് ഉണ്ട് അമേരിക്കയിൽ. അതായത് നിങ്ങൾ അമേരിക്കയ്ക്ക് നിങ്ങൾ ജോലിക്ക് പോകുന്നെങ്കിൽ അമേരിക്കയ്ക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇന്ന രാജ്യത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളിന് ആ രാജ്യം അമേരിക്കയുമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും പൂർത്തീകരിക്കുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിസ കൊടുക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 40-ലധികം രാജ്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2017 തന്നെ ട്രംപ് ഈ ഒരു വിഷയമായിട്ട് വന്നതാണ്. അപ്പൊ അന്ന് പർട്ടിക്കുലർ ആയിട്ട് ഒരു 7 രാജ്യങ്ങൾ, പിന്നെ ഒരു 2 രാജ്യങ്ങളും കൂട്ടിച്ചേർത്തായിരുന്നു. ആ 7 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇറാഖ്, സിറിയ, ലിബിയ, യമൻ, സൊമാലിയ, സുഡാൻ. ഇങ്ങനത്തെ ഒരു 7 രാജ്യങ്ങളാണ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള ആൾക്കാരൊന്നും അമേരിക്കയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഒരു പ്രത്യേകം പറഞ്ഞ പോലെ ഇസ്ലാമിക് രാജ്യങ്ങൾ എന്നുള്ള ആ ഒരു നിലയിൽ തന്നെ കുറച്ച് തീവ്ര നിലപാടുള്ള രാജ്യങ്ങളാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. തീവ്രവാദ പ്രവർത്തനങ്ങളുള്ള രാജ്യങ്ങളാണെന്നാണ് ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ വിസ നിരോധിച്ചിരുന്നത്. അതിനോടൊപ്പം തന്നെ നോർത്ത് കൊറിയ, അതേപോലെ തന്നെ വെനിസ്വല, ഈ 2 രാജ്യങ്ങളും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ നോർത്ത് കൊറിയയും വെനിസ്വലയും ഒരു കാലത്തും അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത 2 രാജ്യങ്ങളാണ്. എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് 9 രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാൻ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ അത് പിന്നെ കോടതിയിലൊക്കെ പോയി പല വിഷയങ്ങൾക്കും ചർച്ചയായി. പക്ഷെ എന്നാലും ഡൊണാൾഡ് ട്രംപ് ഉള്ളിടത്തോളം കാലം ഈ ഒരു നിയമം അലിഖിതമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരികയുണ്ടായി. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നിട്ട് ഇതിനെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, പല ആൾക്കാരും തന്നെ കൂടി ചേർന്ന് ഉണ്ടാക്കി ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു അമേരിക്ക. അതുകൊണ്ട് അമേരിക്കയുടെ നയം തന്നെ ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നിയമം മാറ്റുകയാണ് ചെയ്തത്. ഇപ്പൊ വീണ്ടും ഡൊണാൾഡ് ട്രംപ് വന്നിട്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് വീണ്ടും ഇതിലേക്ക് ഒരു പ്രഷർ ഇട്ടുകൊണ്ട് ഈ ഒരു നിയമം വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. റെഡ് ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇറാനൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പം ഓറഞ്ച് ലിസ്റ്റ് പറഞ്ഞാൽ റഷ്യ വരെ ഈ ഓറഞ്ച് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ യെല്ലോ ലിസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും ഇതിനകത്ത് ഇല്ല. പക്ഷെ പാകിസ്ഥാൻ റെഡിൽ ഉൾപ്പെടുന്നു, ഇറാൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ എല്ലാ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇന്ന രാജ്യങ്ങളൊക്കെയാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇന്ത്യ എന്നാലും ഈ ലിസ്റ്റിൽ ഇല്ല. പിന്നെ ചൈനയും ഈ ലിസ്റ്റിലില്ല കേട്ടോ. അത് ഞാൻ എടുത്തു പറയാനുണ്ട്. കാരണം ചൈനയുമായിട്ട് അമേരിക്കയ്ക്കുള്ള നിലപാടെന്ന് പറഞ്ഞാൽ വേറെയാണ്. കാര്യം ചൈനയുടെ ഉള്ളിൽ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനയ്ക്കകത്തുണ്ട്. അപ്പൊ ചൈനയുമായിട്ട് ഒരു ട്രേഡ് വാർ ഒക്കെ നടത്തിയാലും ചൈനയെ ഒരു വിസ ബാൻ ചെയ്യുന്ന അത്തരം രീതിയിൽ അമേരിക്ക പോയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഭൂട്ടാൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. കാര്യം വേറെ ഒന്നല്ല, ഭൂട്ടാനൊക്കെ വേറൊരു കണ്ടീഷനിലാണ് വരുന്നത്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ബേസിലാണ് ഈ ഒരു 3 കാറ്റഗറി ആയിട്ട് ഇവർ തിരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഒരു 4-5 പോയിന്റ്സ് അവർ പറയുന്നുണ്ട്. ആ പോയിന്റ്സ് കൂടെ പറഞ്ഞേക്കാം, അപ്പൊ കുറച്ചുകൂടെ വ്യക്തത വരും. അതായത് ഈ രാജ്യം അമേരിക്കയ്ക്ക് ഹാംഫുൾ ആണ്, അമേരിക്കയ്ക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇമാതിരിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന രാജ്യങ്ങൾ ഇവര് അമേരിക്കയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ തീവ്രവാദം അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഇങ്ങനെ ഈ ഒരു രാജ്യവുമായിട്ടുള്ള ഈ രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ കുറച്ച് ഹിസ്റ്ററി ഉണ്ട്. അങ്ങനത്തെ കാറ്റഗറിയാണ് ആദ്യമേ തന്നെ നിരോധിച്ചിരിക്കുന്നത്. ഇതാണ് ഈ ഫസ്റ്റ് കാറ്റഗറിയിലേക്ക് വരുന്ന ആൾക്കാർ. പിന്നെ അതിലുപരിയായിട്ട് അടുത്ത് ഇവർ പറയുന്നത് ഓവർ സ്റ്റേ, അതായത് അമേരിക്കയിലോട്ട് ടൂറിസ്റ്റ് വിസയായിട്ട് കയറി വരിക, പിന്നെ ഇവിടെ തന്നെ നിന്ന് ഓവർ സ്റ്റേ അടിക്കുക, പിന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകാതെ അവസ്ഥയാകുക. അപ്പൊ അങ്ങനെയുള്ള ഹാബിറ്റ് ഉള്ള ആൾക്കാരെയൊക്കെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിൽ ഭൂട്ടാനൊക്കെ ഈ ലിസ്റ്റിൽ വരുന്ന ഒരു കൺട്രിയാണ്. അല്ലാതെ ഭൂട്ടാൻ വളരെ സമാധാനപൂർവ്വം ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ തീവ്രവാദ പ്രവർത്തനമൊന്നുമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ഓവർ സ്റ്റേ, ഡിസിപ്ലിൻ ഇല്ലാതെ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ഇമിഗ്രേഷൻ നിയമങ്ങൾ വേദിച്ച് അവിടെ ഓവർ സ്റ്റേ ചെയ്യാന്നുള്ളതാണ്. ആ ഒരു മാൽ പ്രാക്ടീസ് കൂടിയത് കൊണ്ടാണ് ഭൂട്ടാനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പിന്നെ ചില രാജ്യങ്ങളിൽ എപ്പോഴും അൺസർട്ടനിറ്റി ആയിരിക്കും, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, തീവ്രവാദങ്ങൾ, പല രീതിയിലുള്ള ആ രാജ്യം തന്നെ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു രാജ്യമായിരിക്കും. അപ്പൊ അങ്ങനത്തെ രാജ്യത്തിൽ നിന്നും ഇങ്ങോട്ട് കയറി വരണ്ടെന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. അതിനുപരിയായിട്ട് പിന്നെ ഇപ്പൊ ഡീപ്പോർട്ടേഷൻ നടപടിക്രമം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഓവർ സ്റ്റേ ചെയ്തിരുന്ന ഈ ഇല്ലീഗൽ ഇമിഗ്രന്റിനെയൊക്കെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡീപ്പോർട്ടേഷനെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങൾ, അതായത് ഇപ്പം ഈ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യ മോസ്റ്റ് വെൽക്കം കൊടുത്ത് ആ ഡീപ്പോർട്ട് ചെയ്ത അത്രയും ആൾക്കാരെയും ഇന്ത്യ റിസീവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ അമേരിക്ക എടുക്കുന്ന ചില നിയമങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രാജ്യങ്ങൾ, അങ്ങനത്തെ ചില രാജ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വക മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ലിസ്റ്റ് 3 കാറ്റഗറി ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇനി ഒരുപാട് രാജ്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്ത് എക്സംഷൻ നേടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇവരുടെ ഈ രാജ്യങ്ങളിൽപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥർ അവിടെ പോവുകയും ചർച്ച നടത്തുകയും അവർ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നെഗോസിയേഷൻ വരുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഇവർക്ക് ഈ ലിസ്റ്റിൽ നിന്നൊക്കെ പുറത്തു വരാം. പക്ഷെ റെഡ് ലിസ്റ്റിൽ നിന്ന് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പറ്റുമെങ്കിൽ യെല്ലോ ലിസ്റ്റിൽ നിന്ന് കുറച്ച് രാജ്യങ്ങൾക്കൊക്കെ സ്കിപ്പ് അടിക്കാൻ പറ്റും. പക്ഷെ അതേ പിന്നെ ആ രീതിയിൽ ഓറഞ്ച് ലിസ്റ്റിനും ചില പരിഗണനകൾ കിട്ടും. റെഡ് ലിസ്റ്റിനുള്ള സാധ്യത വളരെ കുറവാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുന്ദർ പിച്ചൈ ഉൾപ്പെടെ പല ഇന്ത്യൻസും അവിടുത്തെ കമ്പനികളിൽ സിഇഒമാരാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ അമേരിക്കയിൽ പണ്ട് തൊട്ടേ 99% ഇതേപോലത്തെ എമിഗ്രന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് അമേരിക്കയ്ക്ക് മൊത്തം അമേരിക്കയുടെ ഗ്രോത്തിനൊക്കെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് അമേരിക്കയിലുള്ളത്. അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളെ പോലെ അല്ല അമേരിക്ക. അമേരിക്കയ്ക്ക് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു വിധത്തിലും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, ആ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എന്നാലും ഈ രീതിയിൽ ഒരു നിയമം ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യം പറയുന്ന സ്ഥിതിക്ക് 4 വർഷത്തേക്കെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ മറ്റുള്ളവർ ബാധ്യസ്ഥരാണ്. അതിനകത്ത് ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല. ഓൺലി ഫോർ 4 years എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മാറി വരുന്ന സർക്കാർ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. റഷ്യക്ക് ക്ലിയർ ഡോമിനേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണുന്നത്. കർസ്ക് ഭാഗത്ത് 10,000 സോൾജേഴ്സ്, ഉക്രൈൻ സോൾജേഴ്സ് ട്രാപ്ഡ് ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കർസ്ക് ഭാഗത്ത് റഷ്യ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത്. ഇത് ശരിക്കും ഉക്രൈൻ ഒരു തോൽവിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ യുക്രൈനിലെ സെലൻസ്കി ഇത് നമ്മൾ ബയാസ്ഡ് ആയിട്ട് ഈ ഒരു യുദ്ധത്തിന് നോക്കിയിട്ട് കാര്യമില്ല, റഷ്യയാണ് ഈ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യുന്നത്, റഷ്യ തന്നെ തുറന്നു പറയുന്നുണ്ട്. അതിനുള്ള കാരണവും റഷ്യ പറഞ്ഞിട്ടുണ്ട്. ഉക്രൈൻ എന്താണെന്നും ഉക്രൈന്റെ കപ്പാസിറ്റി എന്താണെന്നും എല്ലാവർക്കും തന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. വെദർ നമ്മൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ റഷ്യ എതിർക്കുന്ന ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഉക്രൈൻ എതിർക്കുന്ന ആൾക്കാരായിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഫാക്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഉക്രൈൻ കുറച്ച് താഴോട്ടാണ്. ഉക്രൈൻ കർസ്ക് ഭാഗത്ത് കയറി ആക്രമിച്ച് കുറെ നാൾ, ഇപ്പൊ റഷ്യ പോലത്തെ ഒരു രാജ്യം, ഫോർ എക്സാമ്പിൾ അമേരിക്ക പോലത്തെ ഒരു രാജ്യം, ഏതെങ്കിലും ഒരു ചെറിയ രാജ്യം പോയിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് അവർ കുറച്ചുനാൾ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിർത്തുകയാണ്. എന്തായിരിക്കും അമേരിക്കയുടെ ഒരു ഗ്ലോബൽ അപ്പിയറൻസ്? അത് തന്നെയാണ് റഷ്യക്ക് ഇത്ര നാൾ ഉണ്ടായിരുന്നത്. റഷ്യ എന്താണെന്ന് വെച്ചാൽ റഷ്യയുടെ ഒരു സ്ട്രാറ്റജിയാണിത്. കാര്യം ഒരു മേഖല ഇതുപോലെ പല യുദ്ധങ്ങളിലും ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ഇതേ പരിപാടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജർമ്മനിയിലെ നാസി പടകളൊക്കെ ഇതേപോലെ പോയി ട്രാപ്പിൽപ്പെട്ട സ്റ്റോറികളൊക്കെ പലതുമുണ്ട്. അത് ആ സമയത്തുള്ള ചരിത്രങ്ങൾ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റഷ്യ ഇങ്ങനത്തെ ട്രാപ്പ് ചെയ്യാൻ വലിയ മിടുക്കരാണ്. അത് പല യുദ്ധങ്ങളിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു ട്രാപ്പായിരുന്നു ഈ കർസ്ക് ഭാഗം. കാരണം ഇത്രയും ഭാഗം ഉക്രൈന്റെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയ 20% സ്ഥലം ഉക്രൈന്റെ കയറി പിടിച്ച റഷ്യ എന്തുകൊണ്ടാണ് ഈ കർസ്ക് മാത്രം ഇങ്ങനെ വിട്ടുവച്ചിരുന്നത്? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ ഒരു സെലൻസ്കി ഈ 10,000 ആൾക്കാരെ കൊണ്ട് അവിടെ ഡിപ്ലോയ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? റഷ്യ ഇത് വളരെ തന്ത്രപൂർവ്വം, പുടിൻ ഇത്തരം തന്ത്രപൂർവ്വം ഇതിനെ ഇങ്ങനെ വെച്ചിങ്ങനെ വാഴിച്ചുകൊണ്ടിരുന്നു, നിങ്ങൾ കയറി വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആ ഒരു 10,000 ഉക്രൈൻ സോൾജേഴ്സും നിസ്സഹായ അവസ്ഥയിലാണ്. അവരെ ഈ രീതിയിലുള്ള ട്രാപ്പിലേക്ക് തള്ളിവിട്ടത് സെലൻസ്കിയാണ്. കാര്യമൊന്നുമില്ല. റഷ്യ പറയുന്നത് ഇവരെ മൊത്തത്തില്, അതായത് കർസ്ക് ഭാഗത്ത് കയറി വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ തീവ്രവാദികളായിട്ടാണ് കാണുന്നതാണ് റഷ്യ പറയുന്നത്. അതിലുപരിയായിട്ട് ഇവരെ പിടിച്ച് ജയിലിലിട്ട് ഇവരെ സംരക്ഷിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ആഗ്രഹവും ഇല്ല. പക്ഷേ ഞങ്ങൾ അമേരിക്കയുടെ ഒരു റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തട്ടിക്കളയെന്നാണ് അവർ പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിലൊക്കെ ഏതാണ്ട് ഒരു എന്തുണ്ടാവാൻ അവരുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടാവും, പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാഗസീൻ ഉണ്ടാവും. ഇതിലുപരിയായിട്ട് അവർക്ക് സർവൈവലിന് വേറെ ഒരു മാർഗ്ഗമില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ അവരെ വളഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഉക്രൈൻ അറ്റ് ദ എഡ്ജ് ടു ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തോൽക്കുന്നതിന്റെ ആ ഒരു തോൽവിയുടെ വിളിമ്പിൽ നിൽക്കുകയാണ്. അതാണ് സംഭവം. ഓൾറെഡി ഇന്നലെ തന്നെ 1,500 സോൾജേഴ്സിനെ റഷ്യ വധിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. 1,500. 10,000 പേര് ട്രാപ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഇതാണ് ഫാക്ട്. USA ആണെങ്കിലും നിരന്തരം റഷ്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവരെ ഇനി കൂടുതൽ വധിക്കരുത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ തന്നെ ഏറ്റവും വലിയ കൊലപാതകങ്ങളായിട്ട് മാറാൻ വേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ കർസ്ക്. ഈ മോഡേൺ ഡേയ്സിൽ വളർന്നു വരുന്ന ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കെതിരെ പൊരുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ വെടിവെച്ചിടും, ബാക്കി ആയുധങ്ങളൊക്കെ വെച്ചിട്ട് സറണ്ടർ ആകുന്ന ആൾക്കാരെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയി അവരെ ഡീറ്റെയിൻ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അവരെ യുദ്ധ കുറ്റവാളി എന്നുള്ള നിലയിൽ കൈമാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. 2 വർഷത്തിന് മുമ്പ് 2023 പുടിൻ ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റഷ്യ കയറി അടിക്കുന്ന ഒരു സാഹചര്യം, റഷ്യ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം, ഉക്രൈൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ടെമ്പററി സീസ് ഫയർ ഉണ്ടാവും. ആ ടെമ്പററി സീസ് ഫയറിനെ UK ഗണ്ണിക്കും എന്നുള്ളത് പണ്ട് 2023 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുടിൻ. ഓപ്പൺ ആയിട്ടിരുന്ന സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 1943 നാസികളെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. UK സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് പുടിൻ ബ്രെയിൻ ഗെയിം, അതായത് മൈൻഡ് ഗെയിം കളിക്കുകയാണെന്നാണ് പറയുന്നത്. പുടിൻ മൈൻഡ് ഗെയിം കളിച്ചത് കൊണ്ടാണല്ലോ ഈ ഒരു 20-25% സ്ഥലം ഇപ്പം പുടിന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഇപ്പം വന്നിട്ട് സ്റ്റാർമർ വന്നിട്ട് 2 മാസം ആയല്ലോ. ഇതുവരെ ഉക്രൈന് കൊടുക്കാന്ന് പറഞ്ഞ എയ്ഡോ അല്ലെങ്കിൽ ഒരു ആയുധങ്ങളോ ഒന്നും തന്നെ കൊടുക്കാൻ തയ്യാറാവാതെ ഇപ്പോഴും പീസ് കീപ്പിംഗ് മിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ യൂറോപ്യൻ യൂണിയൻ വീണ്ടും ചർച്ച നടത്തിയിട്ട് യൂറോപ്യൻ യൂണിയനിൽ യൂറോപ്പിന്റെ ഉള്ളിൽ തന്നെ എതിർപ്പാണ്. അതായത് ഈ ഉക്രൈന് ഫണ്ട് കൊടുക്കുന്നതിന് എതിർത്താണ്. യൂറോപ്പിൽ മെജോറിറ്റി കിട്ടിയില്ല ഉക്രൈന് ഫണ്ട് കൊടുക്കുന്നതിൽ. അതിൽ ഈ ഉർസല വണ്ടർലൈൻ എന്ന് പറഞ്ഞ ഈ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ആയിട്ടുള്ള ആ വ്യക്തി സംസാരിക്കുകയാണ്. അവരെ എതിർത്ത് പല ആൾക്കാരും ആ ഒരു റെസൊല്യൂഷൻ, ഉക്രൈന് ഫണ്ട് കൊടുക്കുന്ന റെസൊല്യൂഷനെ യൂറോപ്യൻ യൂണിയനിൽ പാസ്സാക്കി എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. Sector is on life support. Fast forward 2.5 years and her tone in the chamber had shifted on Tuesday. If we look at the military expenditure in real terms, the Kremlin is spending more than all of Europe combined. Von der Leyen's proposal to establish an €800 billion weapons fund, dubbed ReArm EU, has gained significant support from many lawmakers, but also faces strong opposition from others. Rearming is an attack on EU citizens. Healthcare and social services will be sacrificed. Businesses are going bankrupt and families are already paying through the nose. The plan is a terrible mistake. While progress was being made towards securing peace in Ukraine during talks in Riyadh, European Union authorities faced accusations of prioritizing war over diplomacy. No single diplomatic initiative was supported by the Commission. Turkey's efforts, or Brazil's, or China's, or African countries, not even the Pope's efforts. Many experts argue that the EU has no choice but to invest in defence due to Donald Trump's America First policy. It's no longer a question of whether we can afford it, we must afford it. The current situation requires Europe to spend much more on defence and security. So ways have to be found, which is going to be painful. Some EU legislators claim that Ukraine's history of corruption makes it an untrustworthy partner. We need to investigate, in the name of transparency, how much of the billions of euros sent to Ukraine so far have ended up in the pockets of oligarchs. Since the unveiling and endorsement of the ReArm EU plan by the bloc's leaders, stocks in major weapons manufacturers have soared. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് രണ്ട് വിഷയങ്ങൾ നോക്കാം. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സെലൻസ്കിയുടെ ആവശ്യം എന്താണ്? നാറ്റോയിൽ എടുക്കണം എന്നുള്ളത്. നാറ്റോയിൽ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നാറ്റോയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ രണ്ട് രാജ്യങ്ങൾ ഇവർക്കെതിരെ വരും. ഹംഗറി, സ്ലോവേക്യ, ഇവർ രണ്ടുപേരും വീറ്റോ ചെയ്യും. അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. യൂറോപ്യൻ യൂണിയനിൽ എടുത്താലും അവിടെ രാജ്യങ്ങൾ വീറ്റോ ചെയ്യും. വീറ്റോ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ 3 രാജ്യങ്ങൾ വീറ്റോ ചെയ്യും. പോളണ്ട് വീറ്റോ ചെയ്യും, ഹംഗറി വീറ്റോ ചെയ്യും, സ്ലോവേക്യ വീറ്റോ ചെയ്യും. ഇവരെല്ലാവരും തന്നെ വീറ്റോ ചെയ്യും. എന്തുകൊണ്ടാണ് തന്നെ പോളണ്ട് പറയുന്നത്, ഞങ്ങൾക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൺസേൺ ഉണ്ട്. ശരിയാണ്, ഞങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല സാഹചര്യങ്ങളിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ മാറി നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഉക്രൈനിന് വന്ന ഗതി നാളെ പോളണ്ടിനും വരാം. അത് ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട്, നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ് ഞാനത് ക്ഷണിച്ചു വരുത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പോളണ്ടിന്റെ ലീഡർ പറയുന്നത്. മനസ്സിലായോ? അതായത് ഈ യുദ്ധം എന്നിലേക്ക് വരുമ്പോൾ വരട്ടെ, അതിനുവേണ്ടി ഞാൻ പോയി ക്ഷണിച്ചു വരുത്തണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ ഒരു 1 ലക്ഷം ട്രൂപ്പിനെ കൊണ്ട് പീസ് കീപ്പിംഗ് മിഷനിൽ പോയിട്ട് ഉക്രൈനിൽ നിർത്താം എന്നാണ് ഈ മാക്രോൺ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മൊത്തം ഇതാണ് ഇപ്പൊ ചർച്ച. ഇപ്പോഴും നിങ്ങൾ ഓർത്തോണം, 10,000 സോൾജേഴ്സ് ലോക്ക്ഡ് ആണ്. അതിനെ മറന്നുകൊണ്ടാണ് ഇവർ വീണ്ടും 1 ലക്ഷം ആൾക്കാരെ കൊണ്ട് നിർത്താം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇതുവരെ ഉക്രൈന് കൊടുക്കാനുള്ള ഏതെങ്കിലും ഹെൽപ്പോ എയ്ഡോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഇതൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ള ജർമ്മനി ഇപ്പോൾ ഓൾറെഡി പിൻവാങ്ങിയിരിക്കുകയാണ്. ജർമ്മനി പറയുന്നത് ഇത് 1 ലക്ഷം ആൾക്കാരെ പീസ് കീപ്പിംഗ് മിഷന് ഉക്രൈന്റെ ഉള്ളിൽ കൊണ്ടുവിടുന്നതിന് ജർമ്മനി എതിർത്ത് നിൽക്കുകയാണ്. ജർമ്മനി മാറി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമില്ല ഈ 1 ലക്ഷം പേരെ കൊണ്ട് ഡിപ്ലോയ് ചെയ്യുന്നതിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഇപ്പൊ ഇവർ തന്നെയാണ് കാര്യങ്ങൾ രണ്ട്. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ തന്നെ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട്. നാറ്റോ പിന്നെ പണ്ടേ അമേരിക്ക അല്ലെങ്കിൽ നാറ്റോയ്ക്ക് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.